ആധുനിക കാലത്തിന്റെ പ്രഥമ അംബാസിഡറാണ് സ്വാമി വിവേകാനന്ദനെന്ന് RSS പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ. മതങ്ങളുടെ മാതാവാണ് ഹിന്ദുമതമെന്ന് ഉറക്കെ പറഞ്ഞ വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. ഹിന്ദുമതം ഉയർത്തിക്കാട്ടുന്ന വഴിയിലൂടെ ലോകം സഞ്ചരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിന്റെ ഭാരതവിരുദ്ധ പരാമർശത്തെ വിദേശ രാജ്യങ്ങൾ പോലും പുച്ഛിക്കുന്നുവെന്ന് ജെ നന്ദകുമാർ. സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗത്തിന്റെ 131ാം വാർഷികത്തോടനുബന്ധിച്ച് ജനം ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജെ നന്ദകുമാർ. മതങ്ങളുടെ മാതാവാണ് ഹിന്ദുമതമെന്ന് ഉറക്കെ പറഞ്ഞ വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദനെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഭാരത വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തി ലോകമെമ്പാടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു പാശ്ചാത്യ പത്രം തന്നെ എഴുതുകയുണ്ടായി, ഈ വ്യക്തി ഭാരതീയനാണോ അതോ പാകിസ്ഥാനിയാണോ എന്ന്. ഭാരതത്തിനെതിരായി എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ തോന്നുന്നത് എന്ന് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ പോലും പുച്ഛിക്കുന്ന വിധത്തിലൊരു കോമാളി വേഷം കെട്ടി ഈ നടക്കുന്ന ആൾക്കു പിന്നിലുള്ള അപകടത്തെക്കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. സിംഹത്തിന്റെ മടയിലേക്ക് വെല്ലുവിളി നടത്തി കടന്നു ചെന്ന വ്യക്തിയാണ് അദ്ദേഹമെന്നും RSS പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ വ്യക്തമാക്കി. ഹിന്ദുധർമ്മം ഉയർത്തിക്കാട്ടുന്നത് മതവർഗീയതയുടെ ഭാഷയല്ല, സ്വീകാര്യതയുടെ ധർമ്മമാണ്. ലോകം ആ മാർഗത്തിലേക്ക് സഞ്ചരിക്കുകയാണെന്നും ജെ നന്ദകുമാർ കൂട്ടിച്ചേർത്തു. സിംഹത്തെ അതിന്റെ മടയിൽ ചെന്നു വേണം എതിർക്കാൻ. അതാണ് യുവാക്കൾക്ക് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സന്ദേശം. ആധുനിക നരേന്ദ്രനിലൂടെ ഭാരതം മുന്നേറാൻ ശ്രമിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ വിദേശത്ത് നടത്തിയ ഭാരതവിരുദ്ധ പരാമർശത്തെ ജെ നന്ദകുമാർ ശക്തമായി വിമർശിച്ചു. ഒരാധുനിക നരേന്ദ്രനിലൂടെ മുന്നേറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ എല്ലാ അർത്ഥത്തിലും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, വിശ്വാസ പ്രമാണങ്ങളുടെ പേരിൽ ഭാരതത്തിൽ വീണ്ടും വിഭജനം വരുത്തിവെക്കാൻ ശ്രമിക്കുന്നവരെ തള്ളിക്കളയുക, അതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് ജനം.